അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേരമീൻ നന്നാക്കുന്ന വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ കേര ഇങ്ങനെ മുഴുവനായിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നാക്കി എടുക്കുമ്പോൾ അതിൻ്റെ തൊലിയൊന്നും ചെത്തി കളയാൻ പറ്റില്ല. അതിൻ്റെ മാംസം എല്ലാം പൊടിയായിട്ട് പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ മീനുമ്പോൾ നമുക്ക് ഇങ്ങനെ മുറുക്ക പിടിച്ചിട്ട് തൊലി ചെത്താനോ നുറുക്കാനോ ഒന്നും പറ്റില്ല. ഭയങ്കര ഒരു റിസ്ക് പിടിച്ച പണിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തപ്പോൾ നല്ല സൂപ്പറായിട്ട് നന്നാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മാംസം ഒന്നും വിട്ടു പോരയില്ല. നന്നായിട്ട് തൊലി ചെത്തിയെടുക്കുക. നമുക്ക് ഈസി ആയിട്ട് നുറുക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ കേരമീൻ മാത്രമല്ല, ചൂര, നെയ്മീൻ ഇതേപോലത്തെ ഏത് മീൻ കിട്ടിയാലും നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ നന്നാക്കി എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ മീൻ നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ തലേ ദിവസം വൈകുന്നേരം കൊണ്ടുവന്ന മീനാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ മീൻ മുഴുവനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം കുറച്ച് നേരം ഫ്രീസറിൽ വെച്ച് നല്ല ഒരു കട്ടിയാക്കി എടുക്കും. അപ്പം നമ്മൾ കറി വയ്ക്കണ അന്നത്തെ ദിവസമാണ് മീൻ കൊണ്ടുവരണമെങ്കിൽ ഫ്രീസറൊക്കെ നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ട് ഇതേപോലെ കട്ടിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ചിറകൊക്കെ ഒന്ന് വെട്ടിക്കളയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഐസൊക്കെ പിടിച്ചിട്ട് ടെമ്പറായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഐസൊക്കെ ഒന്ന് മെൽറ്റായി ഒന്ന് മീനിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇങ്ങനെ അഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഇതേപോലെ ക്ലീൻ ചെയ്താലാണ് കേട്ടോ പെട്ടെന്ന് എളുപ്പത്തിൽ നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഐസൊക്കെ മെൽറ്റാവണതിന് മുമ്പ് തന്നെ ഒന്ന് നന്നാക്കി എടുക്കാൻ നോക്കുകയാണിത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഐസൊക്കെ ഒന്ന് മെൽറ്റായിട്ടാണ് കേട്ടോ നന്നാക്കണത്. ഇതിപ്പോൾ വെച്ച് ധൃതി കൂടിപ്പോയി. അപ്പോൾ വേഗം നന്നാക്കി എടുക്കാമെന്ന് ഓർത്താണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെയൊക്കെ തല വെട്ടി മാറ്റിയിട്ട് ആണ് കേട്ടോ നന്നാക്കണത്. അപ്പോൾ ഫസ്റ്റ് തല വെട്ടി മാറ്റുകയാണെങ്കിൽ നമുക്കിങ്ങനെ കുത്തി പിടിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ഈ മാങ്ങയുടെയൊക്കെ തൊലി ചെത്തും പോലെ ചെത്തിയെടുക്കാം കേട്ടോ. മീനൊന്നും ഇങ്ങനെ നുറുങ്ങിപ്പോരില്ല. അപ്പോൾ ഞാൻ തല ഒന്ന് വെട്ടി നോക്കിയതാണ്. പക്ഷേ നല്ല മരം പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്, ഐസ് മെൽറ്റാവാത്തത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തല വെട്ടി മാറ്റല്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ടേ മാറ്റണുള്ളൂ. അപ്പോൾ തല വെട്ടി മാറ്റിയിട്ട് ക്ലീൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ എളുപ്പം. അപ്പോൾ ഞാനതിൻ്റെ ചിറകൊക്കെ വെട്ടി കളഞ്ഞിട്ടുണ്ട്. ഇനി അധികം പാടൊന്നുമില്ല. നമ്മൾ നല്ല മൂർച്ചയുള്ള കത്തി വെച്ചിട്ട് അതിൻ്റെ തൊലി അങ്ങനെ ചെത്തി കളയുക. അപ്പോൾ ഇത് ഐസൊക്കെ പിടിച്ച് നല്ല ടെമ്പറായിട്ടിരിക്കുന്നതുകൊണ്ട് കത്തി ഇങ്ങനെ തെറിച്ച് പോകുന്നുണ്ട് കേട്ടോ. ഐസുമ്പോൾ തട്ടിയിട്ട് ഇങ്ങനെ തെന്നി പോകാണ്. അപ്പോൾ ഒന്ന് അഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമ്മൾ തൊലി ചെത്താണെങ്കിൽ ആ തലയും വെട്ടിക്കളഞ്ഞും കൊണ്ടും ഇങ്ങനെ കുത്തി പിടിച്ചിട്ട് നമ്മൾ ഇതേപോലെ ചെത്തിയെടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പഴുത്ത മാങ്ങയുടെയൊക്കെ തൊലി ചെത്തും പോലെ നമുക്ക് ചെത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതും കുഴപ്പമില്ല, എന്നാലും നല്ല ഐസ് പിടിച്ചതുകൊണ്ട് കത്തി തെന്നി പോകാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ മാംസം ഒന്നും വിട്ടു പോരില്ല. നമ്മൾ മീനിൻ്റെ തൊലിയെല്ലാം ചെത്തി അതെല്ലാം നുറുക്കിയെടുക്കുന്നത് വരെ മീൻ നല്ല നുറുങ്ങാതെ നല്ല കട്ടിയിൽ തന്നെ ഇരിക്കും കേട്ടോ. കഴുകി വാരി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇത് നല്ല മെൽറ്റായിട്ട് മാംസമൊക്കെ നല്ല ലൂസായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തൊലി ചെത്തിയെടുക്കാം കേട്ടോ. തലയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ് ഇത്. അപ്പോൾ ഇതേപോലെ ഞാൻ രണ്ട് വശമൊന്നും തൊലി ചെത്തിയെടുക്കുകയാണ്. അപ്പോൾ ഒരു വശം ചെത്തി കഴിഞ്ഞപ്പോൾ മറ്റേ വശം ഒന്നും കൂടി ഈസി ആയിട്ട് ചെത്തിയെടുക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഐസൊക്കെ മെൽറ്റായി ഒന്ന് അഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വശം ചെത്തിയെടുത്ത് ഇനി മറ്റേ വശം ഇതേപോലെ ഒന്ന് ചെത്തിയെടുക്കുകയാണ്.
അപ്പോൾ രണ്ട് വശത്തെയും തൊലിയൊക്കെ നന്നായിട്ട് ചെത്തിയെടുത്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. തലയുമലത്തെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ നന്നാക്കി വാങ്ങിക്കുമ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും ക്ലീൻ ചെയ്ത് തരില്ല അവർ. തൊലിയൊക്കെ കളയാതെ വെറുതെ നുറുക്കി തരുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തലയൊക്കെ വെട്ടി മാറ്റുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ തലയെല്ലാം വെട്ടി മാറ്റി പിന്നെ ഓരോ വലിയ പീസായിട്ട് നുറുക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ കുടലൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ എളുപ്പമാണ്. എല്ലാം ഐസ് പിടിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ വിടിയിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് തലയുടെ അകത്തുള്ള ഒരു പൂ പോലത്തെ സാധനമല്ല, അതാണ്. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ പൊളിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ആദ്യം വലിയ വലിയ പീസായിട്ട് നുറുക്കിയിട്ട് പിന്നെ അതിൽ നിന്ന് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെറിയ ചെറിയ പീസായിട്ട് നുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഇനി ചെറിയ പീസായിട്ട് നുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ വയറിൻ്റെ ഉള്ളിലെ കുടൽ ഒക്കെ ഉണ്ടാവും. അതൊക്കെ നല്ല ഐസ് പിടിച്ച കട്ടി പോലെ ഇരിപ്പുണ്ടാവും. അപ്പം നമുക്ക് കൈ കൊണ്ടുകൊണ്ട് പൊളിച്ച് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നീളത്തിലോ ചെറിയ പീസായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നുറുക്കിയെടുക്കാം. അപ്പോൾ ഓരോന്നിൻ്റെ ഉള്ളിലും ഇങ്ങനെ നമ്മൾ കുടലൊക്കെ കളയാത്തത് കൊണ്ടും ഇങ്ങനെ ഐസ് പിടിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ ഇതേപോലെ കൈ കൊണ്ടാണ്ട് പൊളിച്ച് കളയുക. നല്ല സുഖമായിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. പിന്നെ ഇതേപോലെ ചോരയൊക്കെ കട്ട പിടിച്ചിരിപ്പുണ്ടെങ്കിലും അതും ഇതേപോലെ കണ്ട് കൈ കൊണ്ട് പൊളിച്ച് മാറ്റിയാൽ മതി. പിന്നെ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടൊന്ന് ചെത്തി മാറ്റിയാലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി വാരുന്നത് വരെ മീനിന് ഒരു അനക്കവും പറ്റില്ല കേട്ടോ. ഒരു അനക്കം പറ്റാതെ നല്ല കട്ടിയായിട്ട് തന്നെ ഇരുന്നോളും, നുറുങ്ങി പോകുകയില്ല. നല്ല ഈസി ആയിട്ട് കഴുകി വാരി എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ പീസും നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റിയ വേസ്റ്റാണ് കേട്ടോ താഴെയൊക്കെ എടുക്കണത്. ഇനി തല ഒന്ന് നുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ തലയൊക്കെ നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതേപോലെയൊന്നും തൊലിയൊന്നും ചെത്തി തരൂല കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലിങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് ക്ലീൻ ചെയ്യുക. അപ്പോൾ തലയുടെ അകത്തുള്ള ഒരു പൂ പോലത്തെ സാധനം ഉണ്ടല്ലോ, അതൊക്കെ നല്ല ഐസ് പോലെ കട്ടി പിടിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതേപോലെ കൈ കൊണ്ട് എടുത്ത് കളയാം കേട്ടോ. അപ്പോൾ തലയുടെ ഏതൊക്കെ ഭാഗമാണോ ഇഷ്ടം അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് നുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കലം നിറച്ച് നമുക്ക് മീനൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേസ്റ്റ് അതിൽ നിന്ന് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മീൻ നന്നായിട്ട് കഴുകി വാരി എടുക്കാം കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടിയും ഇത് ചെറുതാക്കി നുറുക്കിയെടുക്കണമെങ്കിൽ നുറുക്കിയെടുക്കാം. നല്ല അലുവ മുറിക്കും പോലെ നന്നായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. എപ്പോഴും മീനും അങ്ങനെ എന്താ പറയണ ഇങ്ങനെ അലന്ന് പോലെ വന്നിട്ടില്ല. നല്ല സുഖമായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. നമ്മൾ കഴുകി വാരി കറി വയ്ക്കണ നേരാകുമ്പോഴത്തേക്കും മീനൊക്കെ നന്നായിട്ട്
ഐസൊക്കെ പോയി പഴയ രീതിയിലായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലൊരുപാട് ചോര വെള്ളം ഉണ്ടാകും. അത് ഒരുപാട് പ്രാവശ്യം നമ്മളിങ്ങനെ കഴുകി എടുക്കണം കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ പെർഫെക്ഷൻ അനുസരിച്ച് എത്ര തവണ വേണമെങ്കിലും ഇത് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് അവസാനം കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. കറി വയ്ക്കാൻ നേരത്ത് ഒന്നും കൂടി കഴുകി വാരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരുപാട് പ്രാവശ്യം വെള്ളം ഒഴിച്ച് ഇങ്ങനെ കഴുകിയെടുക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് നന്നാക്കി എടുക്കാൻ പറ്റിയിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി, ഇത് ഉപകാരപ്രദമായ വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്താലാണ് വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ മീനൊക്കെ നന്നാക്കുമ്പോൾ നുറുങ്ങി പോണവരുണ്ടെങ്കിൽ ഈ ട്രിക്കൊന്ന് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. ഇപ്പം മീൻ നന്നായിട്ട് പഴയ രീതിയിലായി വന്നിട്ടുണ്ട്. ഐസൊക്കെ പോയിട്ട് നല്ല മാംസമൊക്കെ നല്ല ലൂസായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നാക്കി എടുക്കുന്നവരെ മീനൊരു അനക്കം കൂടാതെ നല്ല പെർഫെക്റ്റായിട്ട് ഇരുന്നോളും. ഇതേപോലെ എല്ലാം കഴിഞ്ഞ് കഴുകി വാരി കഴിയുമ്പോഴത്തേക്കും മീൻ പഴയ രീതിയിലായിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.